വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യാ സ്ഥാപനമായ ടെറാഡോട്ട ഒരു പുതിയ പ്ലാറ്റ്ഫോം പുറത്തിറക്കുകയാണ്. വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇത് സഹായകമാകും. അമേരിക്കയിലെ നിയമങ്ങൾ പാലിക്കാനും ഇത് സഹായിക്കും. കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകാനും ഈ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നുണ്ട്. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് ഇത് വളരെ പ്രയോജനകരമാകും. കാരണം നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യതയും ആവശ്യമാണ്. അതിനായുള്ള എല്ലാ സഹായവും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. എന്താണ് ISSS നെക്സ്റ്റ് ജനറേഷൻ പ്ലാറ്റ്ഫോം? വിസയുടെ എല്ലാ കാര്യങ്ങളും ഈ പ്ലാറ്റ്ഫോമിലൂടെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാകും. F1, M1, J1 തുടങ്ങിയ വിസകളുടെ കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാകും. ടെറാഡോട്ട ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഓഫീസുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്തതാണ് ഈ പ്ലാറ്റ്ഫോം. ഇതിലൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനും സമയം ലാഭിക്കാനും സാധിക്കും. ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റുഡൻറ്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം വഴി വിവരങ്ങൾ തത്സമയം അറിയാൻ സാധിക്കും. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പെട്ടെന്നറിയാനും അവരെ സഹായിക്കാനും കഴിയും. എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റഡായി നടക്കും. ഉദാഹരണത്തിന് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കാനും DS 2019 പ്രോസസ്സ് ചെയ്യാനും സെവിസ് റിപ്പോർട്ടിംഗ് ചെയ്യാനും എല്ലാം ഓട്ടോമേറ്റഡ് സംവിധാനം ഉണ്ടാകും. എല്ലാ വിവരങ്ങളും ഒരു ഡാഷ്ബോർഡിൽ ലഭ്യമാകും. ഇതിലൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും കൂടുതൽ ശ്രദ്ധിക്കാനും സാധിക്കും. ഉപയോഗിക്കാൻ എളുപ്പമുള്ള രൂപകൽപ്പനയാണ് ഇതിനുള്ളത്. ഇത് അഡ്മിനിസ്ട്രേറ്റർമാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് നോക്കാം. അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. കാരണം പല പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും വരുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. 2025 മാർച്ച് മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഒരു പുതിയ നിയമം നടപ്പിലാക്കി. സ്റ്റുഡൻറ് ക്രിമിനൽ ഏലിയൻ ഇനീഷ്യേറ്റീവ് എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇതിലൂടെ ആയിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളുടെ സെവിസ് റെക്കോർഡുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ICE ഉദ്യോഗസ്ഥർ 1.3 മില്യൺ വിദേശ വിദ്യാർത്ഥികളുടെ പേരുകൾ നാഷണൽ ക്രൈം ഇൻഫർമേഷൻ സെന്റർ ഡാറ്റാബേസിൽ പരിശോധിച്ചു. ഇതിൽ ഏകദേശം 6400 റെക്കോർഡുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ പറയുന്നത് 2025 ജനുവരി മുതൽ 4736 സെവിസ് റെക്കോർഡുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ്. ഇതിൽ 50% വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. 14% ചൈനയിൽ നിന്നുള്ളവരാണ്. ട്രംപ് ഭരണകൂടം 2025 ഏപ്രിൽ 25 ഈ റദ്ദാക്കൽ പിൻവലിച്ചു. പക്ഷേ ഇത് കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി OPTയുടെ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടെ ജോലി വിവരങ്ങൾ സെവിസിൽ നൽകണം, അല്ലെങ്കിൽ അവരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തേത് വിസയിലുള്ള നിയന്ത്രണങ്ങളാണ്. വിദേശ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ജൂൺ 2025 മുതൽ പുതിയ വിസ ഇന്റർവ്യൂകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടാതെ 19 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 15% കുറക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ടെറാഡോട്ടയുടെ നെക്സ്റ്റ് ജെൻ പ്ലാറ്റ്ഫോം ഒരു വലിയ മുന്നേറ്റം തന്നെയാണ്. എങ്കിലും മറ്റു ചില കമ്പനികളും കംപ്ലയൻസ് സൊല്യൂഷനുമായി വരുന്നുണ്ട്. TRM ഇന്റർനാഷണൽ എന്നൊരു പ്ലാറ്റ്ഫോം പുറത്തിറക്കിയിട്ടുണ്ട്. സീഡ്സ് സോഫ്റ്റ്വെയർ UKVI വിസ കംപ്ലയൻസ് സിസ്റ്റം എന്നൊരു സിസ്റ്റം പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികളെ സഹായിക്കുകയും വിസ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ISSS നെക്സ്റ്റ് ജനറേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ വരവ് കംപ്ലയൻസിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓട്ടോമേഷൻ, റിയൽ ടൈം ഡാറ്റ ഇൻ്റഗ്രേഷൻ, യൂസർ ഫ്രണ്ട്ലി ഡിസൈൻ എന്നിവ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രധാന പ്രത്യേകതകളാണ്. ഇത് സ്ഥാപനങ്ങളെ നിയമപരമായ കാര്യങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കും. ഇമിഗ്രേഷൻ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നെക്സ്റ്റ് ജെൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ അത്യാവശ്യമാണ്. ഈ പ്ലാറ്റ്ഫോമുകളുടെ വിജയം അതിൻ്റെ സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല, വിദ്യാർത്ഥികളെ പിന്തുണക്കുന്നതിലും പ്രധാനമാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.